നമ്മളുടെയൊക്കെ ഒരു ബ്രെയിനിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് പഠിക്കേണ്ടെന്നൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്ത് വിടുക എന്നുള്ളത്. എന്നാൽ അത്തരത്തിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു വീഡിയോ ആണ് CPR കുറിച്ച് പറയുന്ന വീഡിയോ. അതെന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വ്യക്തിക്ക് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചാൽ 4 മുതൽ 6 മിനിറ്റിനുള്ളിൽ തന്നെ ബ്രെയിൻ സെല്ലുകൾ ഡാമേജ് ആകാൻ തുടങ്ങുകയും 8 മിനിറ്റ് മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ ബ്രെയിൻ സെല്ല് പെർമനന്റ് ആയി ഡാമേജ് ആകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ CPR കൊടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങളൊക്കെ എത്രയാണ് നമ്മൾ ദിനംപ്രതി വാർത്തകളിൽ കാണുന്നത്. ബസ് ഓടിക്കുമ്പോൾ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, അതുപോലെ ജിമ്മിലുണ്ടാകുന്ന മരണം, എക്സസൈസിന്റെ ഇടക്കുണ്ടാകുന്ന മരണം. ഈ ടൈമിലൊക്കെ അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് CPR എന്ന ടെക്നിക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ ആ ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയേക്കാം. ഒരു പക്ഷേ അന്നത്തെ ഹീറോ നിങ്ങളായാലും. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ വരെ സ്കൂളിൽ ഇത് പഠിപ്പിച്ചിരിക്കണം. CPR കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ CPRന്റെ ബെനിഫിറ്റുമാണ് ഞാനൊരു വീഡിയോയിൽ ചെയ്യുന്നത്. എങ്ങനെ CPR ചെയ്യാമെന്നുള്ളത് ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നു. ഒരു കൊല്ലം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് CPRന്റെ ഇമ്പോർട്ടന്റ് ഒന്നുകൂടി മനസ്സിലാകും. ഞങ്ങളുടെ കടയിൽ വരാനുള്ള ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞു ഒരാഴ്ച മുമ്പ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാ? അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുമായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ആള് മരണത്തിന് കീഴടങ്ങി. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ കാർഡിയാക് അറസ്റ്റ് ആണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു നിങ്ങൾ ആ ടൈമിൽ CPR ഒന്നും കൊടുത്തില്ലായിരുന്നു? അപ്പൊ ആൾക്ക് CPR എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്താണ് CPR എന്നും അതിന്റെ ഇമ്പോർട്ടൻസും എറ്റിസെഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അത് അറബി പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കുറച്ച് പാടുപെട്ടു. പക്ഷെ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആൾക്ക് തന്നെ ഒരു വിഷമായി. കാരണം ഒരു പക്ഷേ ആൾക്കെന്ന ആ ഒരു സിറ്റുവേഷൻ അറിഞ്ഞിരുന്നെങ്കിൽ ആളുടെ അത്രയും പ്രിയപ്പെട്ട ഫാദറിനെ ആൾക്ക് രക്ഷിക്കാൻ പറ്റിയാണ്. എന്താണ് CPR? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്ന് വെച്ചാൽ ഇതൊരു എമർജൻസി ലൈഫ് സേവിങ് ടെക്നിക്കാണ്. ഒരു വ്യക്തിയുടെ ഹേർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആവുകയും ആൾ ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾക്ക് എമർജൻസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് CPR. CPR എന്നത് ചെസ്റ്റ് കംപ്രഷനും അതേപോലെ റെസ്ക്യൂ ബ്രീത്ത് കൃത്രിമ ശ്വാസത്തിന്റെ ഒരു കോമ്പിനേഷനാണ്. ഏതൊക്കെ സിറ്റുവേഷനുകളിൽ നമുക്ക് CPR കൊടുക്കാം? ഒന്ന് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ, അതുപോലെ ഹാർട്ടിലെ ഹൃദയത്തിലുണ്ടാകുന്ന വേരിയേഷൻ മൂലം ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആകുമ്പോൾ, ഒരു വ്യക്തി വെള്ളത്തിൽ വീണ് അപകടം സംഭവിക്കുമ്പോൾ, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുമ്പോൾ, ചോക്കിംഗ് എന്തെങ്കിലും ഒരു സാധനം, ഒരു ഭക്ഷണ സാധനമോ ലിക്വിഡോ എയർവേയിൽ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഡ്രഗ് ഓവർഡോസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, എന്തെങ്കിലും പോയിസൺ അകത്ത് ചെന്നാൽ ഇത്തരം സമയങ്ങളിലൊക്കെ CPR കൊടുക്കാം. മുകളിൽ പറഞ്ഞതിൽ ഒരു വ്യക്തി വെള്ളത്തിൽ വീണ് അപകടം സംഭവിക്കുമ്പോൾ, അതുപോലെ ചോക്കിംഗ്, അതുപോലെ പോയിസൺ അകത്ത് ചെല്ലുമ്പോൾ, ഡ്രഗ് ഓവർഡോസ്, ഈ 4 ഫസ്റ്റ് എയ്ഡ് അല്ല CPR. ആ വ്യക്തി ഒരു രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആൾക്ക് ബ്രീത്തിങ് ഇല്ല എന്നൊരു സിറ്റുവേഷനിലാണ് CPRലേക്ക് പോകേണ്ടത്.